ഹലോ, വെൽക്കം ടു കിച്ചൻ ഡിലൈറ്റ്സ്. ഇന്ന് ഞാനൊരു അവിയലിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അവിയൽ ഉണ്ടാക്കാനുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുക്കുന്ന ഒഴിച്ചാൽ അവിയൽ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷേ കുറച്ച് ടിപ്സും കൂടെ ഫോളോ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് ഒരുപാട് മൂപ്പിക്കുകയൊന്നും വേണ്ട, ആ ഒരു പച്ചമണം മാറാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് കായയാണ്. ഒരു 3 പിടി കായ, ഏകദേശം ഒരു 3 പിടി ഏത്തക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. കഷ്ണങ്ങളെല്ലാം നീളത്തിലാണ് അരിയേണ്ടത്. ഈ കായൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ളത്തിലിട്ട് വെക്കണം, ഇല്ലെങ്കിൽ ചെറിയൊരു കറ പോലെ വരും. പൊടിയെല്ലാം അടിയിൽ കിടന്ന് മൂത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചേനയാണ്. അതും ഏകദേശം ഒരു 3 പിടി തന്നെയാണ് ചേർത്ത് കൊടുത്തത്. അടുത്തതായിട്ട് ഒരു 2 പിടി ക്യാരറ്റ്, 2 പിടി പയർ, നല്ല നാടൻ അച്ചിങ്ങാപ്പയർ കിട്ടുവാണെങ്കിൽ നല്ലത്. പുളിക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളിയാണ് ഇവിടെ ചേർക്കുന്നത്, പകരം പച്ചമാങ്ങയോ തൈരോ പുളിനീരോ ചേർക്കാം. ഇനി ഇതിലേക്കൊരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതേപോലെ 2 മുരിങ്ങക്കായ, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള അവിയലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ പച്ചക്കറി വേവാനായിട്ട് അധികം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ പച്ചക്കറിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അടിയിൽ പിടിക്കുവാണെന്ന് തോന്നുവാണെങ്കിൽ പിന്നീട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചക്കറി എല്ലാം ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇത് വേവുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂടി തുറന്ന് ഇത് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. കണ്ടോ, ഇതൊക്കെ പച്ചക്കറിയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. ഇനി അവിയലിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ചെറിയൊരു സീക്രട്ടാണ് പറയാൻ പോകുന്നത്. ഒരു 6 or 7 ചുവന്നുള്ളി, അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കല്ലിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ചതച്ചെടുക്കണം, അരിഞ്ഞൊന്നും ഇട്ടാൽ പോരാ. അതിൻ്റെ കൂടെ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പച്ചക്കറികളെല്ലാം പതുക്കെ വെന്തുകൊണ്ടിരിക്കുകയാണ്, ഒരു പാതി വേവോളം ആയിട്ടുണ്ട്. അത് നമ്മൾ തുറക്കുന്ന സമയത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയുടെയും കറിവേപ്പിലയുടെയും ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ചതച്ചെടുക്കുന്ന നേരത്ത് ചുവന്നുള്ളിയുടെ നീര് ഒട്ടും കളയാതെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വീണ്ടും നമുക്കിത് മൂടി വെച്ചതിന് ശേഷം വേവിക്കാം. കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ ചെറുതായിട്ടൊക്കെ അടിയിൽ പിടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടൊരു 5-6 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുക. അവിയലിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് അരപ്പിൻ്റെ കൂടെ ചുവന്നുള്ളി ചേർക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്, നേരത്തെ ചേർക്കാൻ മറന്നുപോയതാണ് കേട്ടോ. അതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 4 പിടി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം. എന്തായാലും ഇത് തരിതരിയായിട്ട് അരച്ചെടുത്താലും മതി, അങ്ങ് പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അവിയലിന്. ഇനി ഈ അരപ്പ് പച്ചക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനു മുന്നേ നമ്മുടെ പച്ചക്കറി ഫുള്ളായിട്ട് വെന്തു എന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഈ തേങ്ങ അധികം കുക്ക് ചെയ്യരുത്, അതാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ മറ്റൊരു രഹസ്യം. ഇത് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് മാത്രം ജസ്റ്റ് ഇതൊന്ന് ആവി കയറാൻ മാത്രം ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അതിനു മുന്നേ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു തണ്ട് പച്ചക്കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ചൊരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം.
ഞാനിപ്പോൾ അവിയലിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ മാത്രം ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ ചേർക്കുന്ന പോലെ എന്ത് പച്ചക്കറി വേണേലും ചേർക്കാം, പക്ഷേ ഈ ചേർത്തിരിക്കുന്ന ഒന്നും ഒഴിവാക്കരുതെന്ന് മാത്രം. ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിങ്ങനെ ഒന്ന് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെ അളവ് കൂടുന്നതനുസരിച്ച് സ്വാദ് കൂടും. ഇങ്ങനെ ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്